ஐயா என் பேர் மாணிக்கம். எனக்கு இன்னொரு பேர் இருக்கு. ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ, എന്നാ ഒരു നിപ്പ. നെഞ്ചത്തടിച്ച് കരയണം വേണ്ട. നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ. സാർ, എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എനിക്കൊരു തോക്ക് വേണം സാർ. ഒരു തോക്ക്. നിയമ തടസ്സങ്ങളില്ലേ, അനുവദിക്കാം അല്ലേ സത്യനാരായണ? ഓക്കെ. ഇതാര്? അങ്ങനെ തന്നെ വേണം ടീച്ചർക്ക്, അങ്ങനെ തന്നെ വേണം. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഏതാണ് പീസ്? ഈ പൊട്ടി പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മൂട് പോയി. ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയി. നേരത്തെ ഒരാളെ വിളിച്ചോട്ടാന്ന് ചോദിച്ചില്ലേ? വിളിച്ചോളൂ. പോയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. വിളിച്ചോളൂ. പെട്ടെന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒഴുക്കിയിട്ട് പോകാം. വന്നോളാൻ പറഞ്ഞു. കളിക്കേണ്ട ഒരു പ്രായം. ആക്ച്വലി പ്രായം ഒരു പ്രശ്നമാണോ? പ്രായം ചെല്ലുന്തോറും അങ്ങനെ നമ്മളെ മുഴുവനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? കുട്ടിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട്. നിന്റെ ആ തന്തയോട് എനിക്ക് സംസാരിക്കണമല്ലോ, വിളിച്ചേ. പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് മറ്റെന്തോ വിളിക്കാനാണ് തോന്നുന്നത്. അയ്യോ, അച്ഛന് ചുമയാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നത് നിന്റെ അച്ഛന്റെ ചുമയാണ്. സന്തോഷമായല്ലോ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ? മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ബാലേട്ടന്റെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. വയ്യ, അത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഇത് കടിക്കൂ? ആ, ചെലപ്പോ. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? പേടിക്കണ്ട, ഞാനൊന്നും കണ്ടില്ലെന്നേ. വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. വൃത്തികെട്ടവൻ. മടുത്തു, എനിക്ക് ജീവിതം മടുത്തു. എന്തായി? കഴിഞ്ഞു സർ. ആര് പറഞ്ഞു കഴിഞ്ഞു? തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. ഇതെന്തിനാ സാറേ തലയിൽ ആപ്പിൾ വെക്കുന്നത്? ഫോട്ടോ എടുക്കാനാണോ? അതൊക്കെ പറയാം. എന്ത് കളിയാണ് കളിക്കാൻ പോണത്? ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ആ നോട്ടം സൂക്ഷിക്കണം. അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെ കല വളരും. ഇനി നീ കല വളർത്തുന്നത് എന്നെ കൊന്നിട്ടായിരിക്കും. എന്റെ കോൺസെൻട്രേഷൻ പോണു. ഒച്ച വെക്കല്ലേ. അല്ല, വെടി മാറി എന്റെ നെഞ്ചത്ത് കൊണ്ടാ ഒച്ച വെക്കാമോ? സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്തിറക്കുക എന്നത് ജാമ്യൻ ലൂക്കോസിന്റെ കടമയാണ്. 1 2 3
നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. എന്താ കണ്ണൂടെ? കണ്ണ് തള്ളിപ്പോയി. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. അല്ല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഡോക്ടർ കോമൻട്രൽ ബ്രോയ്ക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. അതെ, സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടിയാണ്. അത് തന്നെ ഞാനും പറയാൻ വന്നത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? He's the master, the blaster. നടക്കട്ടെ നടക്കട്ടെ, പോലെ നടക്കട്ടെ. Get the man with the plan right here. ഓ ദൈവമേ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച തന്നെ സംഭവിച്ചു അല്ലേ? Bring swag with the man right here. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. Live it up and sip it on beer. Yeah, clap for the man right here. അതിനിപ്പോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, ഒക്കെ എന്റെ കുറ്റ. എനിക്കിത് കിട്ടണം. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. മോളെന്താ ഒരു ഒച്ചയും നിലവിളി? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒറ്റ നിലവിളിയൊന്നുമല്ല, എന്റെ മോളെ ഇംഗ്ലീഷ് ഡാൻസ് പഠിക്കുക. ഇന്താ വാങ്ങിക്കോ വാങ്ങിക്കോ. വേണ്ട, അത് അപ്പടി ഇല്ലടാ. കണ്ടാത്തോണ്ട. അത് അപ്പടി ഇല്ലടാ. വേണ്ട, എനിക്ക് വേണ്ട. ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. നീയൊക്കെ കൂടി ഇത് കൊളവാക്കും. എന്നെ ഒരു പെട്ടിയിലാക്കി ചിമിത്തരി കൊണ്ടുപോയി കുഴിച്ചിടണ പൊട്ടകളെ. ഭഗവാനെ, ഈ പരീക്ഷണം ഇനി നിർത്താറായില്ലേ? എന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റേ വശം ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേതാടി നീ കണ്ട മറ്റേ വശം? പിള്ളേരുടെ സ്വഭാവം ചില മന്ന ബുദ്ധി പിള്ളേരുടെ. ഈട്ടണോ സ്ലീപ്പണോ ഫോണെന്നെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് ഫോണ് നോണ്ടി ബോറടിച്ചാ തിരുമ്പപ്പെടുത്തി തൂങ്ങണോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? ഈട്ടണോ സ്ലീപ്പണോ തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. ഫോണ് നോണ്ടി ബോറടിച്ചാ തിരുമ്പപ്പെടുത്തി തൂങ്ങണോ. അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. എടാ ജോയില, എന്റെ കല്യാണം എല്ലാം ഉറപ്പിച്ച്, നീ എന്നെ മറന്നേരി. മനസ്സിലായി. തേപ്പ്. ആ നീയും മറന്നേരി. ആ ജോയലിനോട് കൂടെ പറഞ്ഞേക്ക്. നല്ല തമാശ. ഇത് വേണോ? ഈ ടൈപ്പാണോ? മതിയായി. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇവനെന്തിനാ പെണ്ണെ കയറി പിടിക്കണേ? ഇറക്കടാ. അപ്പൊ നമുക്ക് എന്റെ ഏജ് എത്ര പറയാൻ നോക്കാം. പറയടോ. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കണ്ടാ തോന്നില്ല കേട്ടോ. കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതി. എടുത്തോട്ടെ. പിന്നെന്താ, 1 മിനിറ്റ്, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ? ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര, അയ്യന്റെ മോനെ. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. താനിങ് വന്നേ. എന്താ ഈ പരിപാടി? നല്ല പ്രാന്തൻ. ഇവ മാനസിക രോഗിയാണ്.
കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ഇവളൊന്ന് പരീക്ഷിക്കല്ലേ, എനിക്ക് ക്ഷമ തരണേ. നാണം കെടുത്തരുത്, വായി തോന്നിയ പാടിയാ മതി, കൂടെ ഞാനും കൂടിക്കൊള്ളാം. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ഗംഭീരൻ പെർഫോമൻസ്. ഇത് അവരല്ലേ രാവിലെ തന്നെ തുടങ്ങിയോ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പലസജി. ഇതേതാ ഈ ലഗേജ്? എൻജോയ് എൻജാമി എന്ന പാട്ട് പാടാമെന്നോ 100ഓളം ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. അതിച്ചിരി കൂടുതലല്ലേ? അപ്പോൾ ഞാനത് കേട്ടിട്ടില്ലായിരുന്നു. നമുക്കത് വഴിയുണ്ടാക്കാം. അപ്പോൾ നോക്കിയപ്പോൾ വളരെ നല്ലൊരു പാട്ടാണ്. എങ്കിലും അറിയാവുന്നത് ട്രൈ ചെയ്യാം. 1 2 3 4. അല്ലിമലർക്കൊടി അങ്കനമേ, ജോസഫേ, എന്തുകൊണ്ടത് കേട്ടൂടെ പാട്ട്? ഒട്ടാര ഒട്ടാര സന്തനമേ, ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. മുല്ലൈ മലർക്കൊടി മുത്താരമേ, എങ്കൂർ എങ്കൂർ കുത്താലമേ. சொர்க்கப்பயம்மா வெட்டுத்தாளம் மட்டியம்மா சொமான் தக்கையம்மா மட்டத்தாளம் கொட்டியம்மா தாய்மா தாயம்மா என்ன பண்ணமாயம்மா வெள்ளியம்மா பேராண்டி സംഗതിയ കല്ലാണ്ട് കന്നടിയ കറാണ്ടി ഇന്താര പേരാണ്ടി. സംഗീതമല്ലേ തോന്നേ. കൂൾ കൺട്രോൾ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? വന്നേ എല്ലാവരും വന്ന് നോക്കി വാ. ഇന്നലെ ഞാൻ ചെക്കൻ എങ്ങനെ നോക്കി നിന്നതും എന്നാ വീഡിയോ ചെയ്തിരുന്നു. പൂർത്തിയായി. അപ്പോൾ എന്റെ കമന്റിൽ 50ഓളം ഫ്രണ്ട്സ് അത് ഓൺ വോയിസിൽ പാടുന്നു പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ചെക്കൻ എങ്ങനെ നോക്കി നിന്നതും ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. പെണ്ണിനുള്ളില് തന്നതീനത്തും സഹിക്കണേനും ക്ഷമിക്കണേനും അതിലുണ്ട് കേട്ടാ. ഒയ്യാറും പൊയ്യാറും പിന്നെയാട്ടടോ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. മക്കാറും പുക്കാറും നാളെയാട്ടടോ. ഇന്നല്ലേ ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. നമ്മുടെ യേശുദാസും ജയചന്ദ്രനും വയലാറും ഭാസ്കര മാഷും ഒക്കെ ഇദ്ദേഹമാണ്. നല്ല അസലായിട്ട് പാടും. പനിയായിരുന്നു. ഒരുപാട് പതപ്പിക്കലൊന്നും വേണ്ട, കാര്യം എന്താന്ന് വെച്ചാ പറ. സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. എത്ര നല്ല ശബ്ദം നാണായിട്ടെന്നറിയോ? സത്യമായിട്ട്. ആ പാട്ടെങ്ങനെയാ പാടിയാട്ടെ? ഊരു മുഴുക്ക സന്തു പൊന്തു തേടി പതുക്കനി, ഇവനെ ഞാനൊരു പൂശിട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. സത്വം കൊടുത്ത് കൊമ്പയില്ല എനി പവനി. ഇത്രയും കഴിവുള്ളതാണെന്ന് വിചാരിച്ചില്ല. നാടോടുമ്പോ തടുതേ ഓടിയില്ലെങ്കിലും കുറുകെയെങ്കിലും ഓടണം. പരിഹാരം എന്തെങ്കിലും ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്കാ. അതെന്നെ പരിഹാരം. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.